കുവൈറ്റിൽ നിന്നുള്ള ഏതാനും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കി. ജൂലൈ 31 വരെയാണ് സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഖത്തർ എയർവേസും എമിറേറ്റ്സും അവരുടെ ചില സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. കുവൈത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് വീണ്ടും റദ്ദാക്കി. ഈ മാസം 31 വരെയുള്ള കോഴിക്കോട് സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. വിമാനത്താവളത്തിലെ നിയന്ത്രണങ്ങൾ കാരണമാണ് വിമാനം റദ്ദാക്കുന്നതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഈ മാസം 31-നും ആഗസ്റ്റിലും സൈറ്റിൽ ബുക്കിംഗ് സൗകര്യമുണ്ട്. യാത്ര മുടങ്ങുന്നവർക്ക് 7 ദിവസത്തിനുള്ളിൽ മറ്റൊരു ദിവസത്തേക്ക് യാത്ര റീഷെഡ്യൂൾ ചെയ്യാനും ടിക്കറ്റ് പിൻവലിക്കാനും സൗകര്യമുണ്ട്. ഇറാൻ US സംഘർഷം, കുവൈത്തിനെതിരായ ഇറാൻ ആക്രമണം എന്നിവയുടെ പശ്ചാത്തലത്തിൽ ദീർഘകാല ഇടവേളയ്ക്ക് ശേഷമാണ് ജൂലൈ 3-ന് എയർ ഇന്ത്യ എക്സ്പ്രസ് കുവൈറ്റ് സർവീസ് പുനരാരംഭിച്ചത്. കുവൈത്ത് അന്താരാഷ്ട്ര ടെർമിനൽ 5-ൽ നിന്നും കോഴിക്കോട്, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് പുനരാരംഭിച്ചത്. വിമാന റദ്ദാക്കൽ താൽക്കാലികമാണെന്ന ആശ്വാസത്തിലാണ് യാത്രക്കാർ. അതേസമയം മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കുവൈത്തിലേക്കുള്ള വിമാന സർവീസുകൾ വ്യാഴാഴ്ച മുതൽ ഖത്തർ എയർവേസ് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ജൂലൈ 31 വരെയാണ് സർവീസുകൾ നിർത്തിവച്ചിട്ടുള്ളത്. പ്രവർത്തനപരമായ കാരണങ്ങളാൽ ദുബായ് കുവൈത്ത് പ്രതിദിന സർവീസുകൾ ആഗസ്റ്റ് 21 വരെ റദ്ദാക്കിയതായി എമിറേറ്റ്സും അറിയിച്ചു. ജൂലൈ 19 മുതൽ 31 വരെയുള്ള സർവീസുകൾ റദ്ദാക്കിയ നടപടിയാണ് വീണ്ടും നീട്ടിയത്. ഈ കാലയളവിൽ യാത്ര നിശ്ചയിച്ചിട്ടുള്ളവർ അവരുടെ യാത്ര റദ്ദാക്കുന്നതിനോ അല്ലെങ്കിൽ യാത്ര പുനഃക്രമീകരിക്കുന്നതിനോ വിമാന കമ്പനികളുമായോ അല്ലെങ്കിൽ അംഗീകൃത ഏജന്റുമാരെയോ ബന്ധപ്പെടണമെന്ന് അവർ അറിയിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം സാധാരണക്കാരായ പ്രവാസികളെ ആശങ്കയിലാക്കുകയാണ്. കാരണം ഇടയ്ക്കിടയ്ക്കുള്ള വിമാനങ്ങളുടെ റദ്ദാക്കലും അമിതമായ വിമാനക്കൂലിയും അവരുടെ ബഡ്ജറ്റിനെ ബാധിക്കുകയാണ്. ഇന്ന് തന്നെയായാലും ഈ ഒരു സാഹചര്യം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.